കഥയും കഥാപാത്രങ്ങളെയും തിരിച്ച് സമർപ്പിക്കുക മാത്രം. എങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻ തന്നാൽ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മാത്രമായിരിക്കും. നിന്റെ റിസപ്ഷന്റെ ഡ്രസ്സില്ലേ നല്ല കളറായിരുന്നു മോളെ, നിനക്ക് നല്ല ഇണക്കുണ്ടായിരുന്നു. അതാ ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട് നിനക്ക്, നല്ല സെലക്ഷൻ ആണല്ലേ കേട്ടോ ഡ്രസ്സിൽ. ആന്റി അന്ന് മോളുടെ റിസപ്ഷന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടിട്ട് പിന്നെ ഇന്ന് നിങ്ങളെ കാണണേ. അതെ അതെ ശരി, അന്ന് കണ്ടതാ. നീ എന്ത് പണിയാന്നാ റിസപ്ഷന് ചെയ്തത്? ഒന്നാമതേ നീ കറുത്ത് കോലം കെട്ടിരിക്കണം, അതിന്റെ ഇടയ്ക്ക് നീ ആ കരിനീല കളറിലെ തന്നെ കുപ്പായം അങ്ങ് തയ്പ്പിച്ചിട്ട് എന്തിനു കൊള്ളാമായിരുന്നു. അല്ലേ പിന്നെ കുറച്ച് പുട്ടിയെങ്കിലും എടുത്താൽ മോന്തയിലൊന്ന് അടിച്ചിരുന്നെങ്കിൽ വല്ല തെളിച്ചെങ്കിലും കിട്ടിയേനെ. ഇത് നീയാണോ അവിടെ ഇരുട്ടാണോ എന്നറിയാണ്ട് ഞാനങ്ങ് കണ്ടങ്ങ് വല്ലാണ്ടായിപ്പോയി. അന്ന് തൊട്ട് ഞാൻ ബേജാറായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പൊ എന്നെ എന്ത് പണിയായി കാണിച്ചത്, നിന്നെ കാണുമ്പോൾ ചോദിക്കാനിരിക്കുമായിരുന്നു. അതെ ആന്റി, നമ്മുടെ ഇഷ്ടത്തിനല്ലേ, നമുക്ക് ആ ഒരു കല്യാണം ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് വേണ്ടി അന്നേ കണ്ടത്. എനിക്കത് ഇഷ്ടമായി, ആ കളറും എനിക്ക് ഇഷ്ടമായി, മോഡലും ഇഷ്ടമായി. പിന്നെ ഞാൻ അധികം കാണിച്ചപ്പോൾ അവനും ഇഷ്ടമായി. പിന്നെ ഇതാ ഞങ്ങളുടെ വീട്ടിലിട്ട് നോക്കിയപ്പോൾ അവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്നും പറഞ്ഞു. ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത്. കുഴപ്പമില്ല, അവർക്ക് അത് ഇഷ്ടമല്ലേ. എനിക്കതായിരുന്നു അതിൻ്റെ ഇഷ്ടം. പിന്നെ മേക്കപ്പ്, എനിക്ക് ആ പറഞ്ഞ മറ്റേ എന്താ കുട്ടി, അതെനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ടോൺ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എൻ്റെ കളറിൽ. അതൊന്നും ഞാൻ സട്ടിൽ മേക്കപ്പ് മതി എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. അതെന്ത് റബ്ബേ അവളാ പറഞ്ഞ പോലെ തെറുകല്ലത് വേണം. ഒന്നുമില്ല, ഇതൊരു കല്യാണ പെണ്ണല്ലേ, അതിൻ്റെ ഒരു ബോധമെങ്കിലും കാണിക്കാൻ മേലായിരുന്നു. ശരിയല്ലേ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ. ഇപ്പൊ തന്നെ നോക്കിക്കേ, കരിഞ്ഞ കറുപ്പ് കളറിലെ ചുരിദാർ ഇട്ടുണ്ട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ രാക്ഷസാണ് ആന്റി കൂടുതൽ ഇഷ്ടം. എന്നാ പറയാനാ. ശരി ശരി ആന്റി, എന്നാ ഞാൻ പോകുന്നു, കുറച്ച് തിരക്ക്. നീ എന്തിനു സൗദ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറയുന്നു? ഓ അതിനിപ്പോ എന്നാ പ്രശ്നം, ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. എന്റെ മനസ്സ് ശുദ്ധവാ, മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ അതങ്ങ് വിളിച്ച് പറയും. ഓ പിന്നെ ഇതാരിത്, കുറെ നാളെല്ലാം കണ്ടിട്ട്, നമ്മളെയൊക്കെ ഇപ്പൊ അറിയോ എന്തോ പുതുപ്പെണ്ണിന്. നിന്നെ കണ്ടിട്ട് ആളെ അങ്ങ് മനസ്സിലാകണേ ഇല്ല. അങ്ങനെ നോക്കിയിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, റബ്ബേ ഇതാരാണെന്ന്. അതെന്താ അങ്ങ് തടി വെച്ച് പോയെന്നേ, തടിച്ച് ഒരു മാതിരിയായി അങ്ങ്. ഇവര് കണ്ണാടി നോക്കുന്നില്ലേ എന്തോ. തടിയും വെച്ച് പൊക്കവും വെച്ച് അങ്ങ് വലിയ ആളെ പോലെ നിൽക്കുന്നങ്ങ്. ഓ പൊക്കമൊന്നും വെച്ചില്ല, അത് ഞാൻ എന്താ ഹീൽസ് ഇട്ടിരിക്കുന്നുണ്ടെയാ. പൊക്കം മാത്രമല്ല നല്ല തടിയാ, ഇപ്പോഴേ കുറക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ അങ്ങ് തടിച്ചങ്ങ് പോകും. ഇപ്പൊ തന്നെ അങ്ങ് ചീക്കപ്പോത്തിനെ പോലെയായി. അത് വേറെ ഒന്നുമല്ല, ഞാൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കും. പിന്നെ അതിന് മാത്രം തടി വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിക്ക് എങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ട് ഇത്തിരി തടിയും ആരോഗ്യമൊക്കെ ഉള്ള പാരമ്പര്യത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ മനുഷ്യനല്ലേ ആന്റി, കണ്ണം കൂടിയും കുറേയൊക്കെ ചെയ്യും. ശരീരമൊക്കെ അങ്ങ് അനങ്ങി വല്ല പണി ചെയ്തിട്ടേ കാര്യമുള്ളൂ. പിന്നെ തീറ്റയും കുറേ അങ്ങ് കുറക്കണം. എനിക്ക് തടി കൂടിയും നമുക്ക് സ്വയം ഒരു തോന്നൽ വരത്തില്ലേ, ആ സമയമാകുമ്പോഴത്തേക്ക് ഞാനത് നോക്കിക്കൊണ്ട് ചെയ്തോളാം. ശരി ആന്റി, വിളിക്കുന്ന ആന്റിനെ. ആ കൊച്ചിന് വലിയ വണ്ണൊന്നും ഇല്ലല്ലോ സൗദ, നിനക്കെന്ത്? ആര് പറഞ്ഞു വണ്ണമില്ലെന്ന്? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ഒരു നാട്ടുനടപ്പാ. അങ്ങ് തടിയൊക്കെ കുറച്ച് കൂടും പെൺപിള്ളേർക്ക്. പിന്നെ ഞാൻ നേരത്തെ അതങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ മനസ്സ് ശുദ്ധവാ, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ തോന്നണം അങ്ങ് വിളിച്ചു പറയും. ഇതുവരെ നമ്മുടെ വീട്ടിലോട്ടൊന്നും വന്നില്ല. വീട്ടിലോട്ട് ഉറപ്പായിട്ടും വരാം. ആരാ പറഞ്ഞേന്ന് നോക്കി, നമ്മുടെ ചൊറു സൗദയല്ലേ. എന്റെ അമ്മേ, എന്റെ റബ്ബേ, ഇത് ആരായത്? വരട്ടെ, ഞാൻ പോകും, എല്ലാവരും യുദ്ധം നടക്കും ഇവിടെ. കുറെ ആയി നോക്കിയിരിക്കുക. അന്ന് രമണി അവിടുത്തെ ഫംഗ്ഷൻ കണ്ട് ഏതാണ്ട് ഒരു വർഷമായി നിന്നെ കണ്ടിട്ട്. എന്താ വേണ്ടേ മുഖമൊക്കെ മെനങ്ങണല്ലോ. ഇവരെ ഞാനിന്നും ഇല്ല ആയിട്ടില്ല ആന്റി. എന്താ ഇതുവരെ ആയില്ലേ? നിങ്ങൾ ഡോക്ടറിനെ കാണിച്ചില്ലേ ഇതുവരെ? ആർക്കും കുഴപ്പമൊന്നുമില്ല, ഡോക്ടറെ കാണാനായിട്ട് ഇപ്പൊ ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാ, അവർക്കങ്ങ് സൗന്ദര്യം പോകും, ശരീരവടിവ് പോകും. എന്താ റബ്ബേ, നമ്മുടെയൊക്കെ കാലത്ത് നമ്മളാരെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ? ഈ വേണ്ടാന്ന് വെച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവസാനം അങ്ങ് കയറി ഇറങ്ങി നിരങ്ങും. ആ വടക്കിലെ ജമീലയുടെ മോളോടല്ല, അതിന്റെ ഒരു അഹങ്കാരം പിടിച്ചവളാ. അവളുടെ അടുത്ത് അമ്മയും ഞാൻ പറഞ്ഞു, ഇപ്പൊ 10 കൊല്ലമായി മരുന്നും ആശുപത്രി ഒക്കെ ആയിട്ട് അങ്ങ് കയറി നടക്കും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടേ. ഒരു കുഞ്ഞുണ്ടേലേ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. എങ്ങനെ ജീവിക്കും ഒരു കുഞ്ഞില്ലാതെ? അവള് വേണ്ടാന്ന് വെച്ചോടെ. ഇപ്പൊ തന്നെ നീ അങ്ങ് തടിച്ച്. നീ എപ്പോഴായി? നീ 30 കഴിഞ്ഞ് നീ എപ്പോഴാ? 26 പറ്റില്ല, 46 പെറൂലെന്നാ. എന്താ റബ്ബേ, നിങ്ങൾ ഇതുവല്ലം കേൾക്കണുണ്ടാ? എനിക്കങ്ങ് ആലോചിക്കാനേ വയ്യ, ഓർത്തിട്ട് തന്നെ പേടിയാവുന്നു. നിങ്ങൾ എന്തിനാ ആലോചിക്കണം? നിർത്തിക്ക നിങ്ങള്. എന്താ ശരിക്കും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ ഇനി എന്തെങ്കിലും തുടങ്ങിയതല്ല? നിങ്ങൾ കുറേ നാളായി എന്നെ കാണുമ്പോൾ ഇത്ര ചൊറിച്ചില്ല. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾ അന്ന് അവിടെ വെച്ചിട്ട് പറഞ്ഞെന്തോ നിങ്ങൾ ഓർമ്മയില്ലേ? തടി കൂടുതലെന്ന്. അത് നിങ്ങളുടെ ശരീരത്തോടെ നിങ്ങൾ നോക്കിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചെരുപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ തലയൊന്ന് വിളിക്കും. നിങ്ങൾ പടച്ചോനെ ഇതോലാപ്പായില്ല, എത്തി വരഞ്ഞൊന്നും നോക്കണ്ട. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ആദ്യം നിങ്ങൾ കണ്ണാടി പോയി സ്വന്തം ശരീരം നോക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ആരെയും ബോഡി ഷെയിം ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നിങ്ങളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ആദ്യം സ്വന്തം ശരീരം നോക്കിയിട്ടാണ് മറ്റുള്ളവരുടെ ശരീരത്തിന്റെ അളവെടുക്കാൻ നടക്കും. മനസ്സിലായോ? നിങ്ങൾ ആദ്യം തീറ്റയും കുറച്ച് ശരീരം നിങ്ങൾ പണിയെടുക്കാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക്
നിറം കറുത്തതാണെന്ന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂക്കുറ്റി പോലെ വെളുപ്പത്തിന് കൊണ്ടുവന്നായിരുന്നല്ലോ നിങ്ങളുടെ മൂത്ത വരുമ്പോൾ. എന്നിട്ട് എവിടെയാണ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടായിരിക്കും അവള് പോയത്, അത് വേറെ കാര്യം. എന്തെങ്കിലും ആട്ടെ, എന്ത് ചെയ്ത് അല്ല അത് പറഞ്ഞു. എന്ത് മിണ്ടാട്ടമില്ല നിങ്ങൾക്ക്? പോയോ വേറെ ഒരുത്തിൻ്റെ ഒളിച്ചോടി പോയോ അവള്? അത് ആരുടെ കുഴപ്പം കൊണ്ടാ? അപ്പൊ ഈ വെളുപ്പിലും കറുപ്പിലും ഒന്നും അല്ല കാര്യം, നമ്മുടെ ഉള്ളിലാണ് കാര്യം. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താ തുമ്പത്ത് പോലെ ഇരിക്കുവാണോ? അത് സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ നടക്കുന്ന സ്വന്തം ശരീരത്തുള്ള കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് കണ്ടവരുടെ കുടുംബത്തിൽ മറ്റുള്ളവരെ അളക്കാൻ നിൽക്കുക. ഇനി നിങ്ങൾക്ക് കുഞ്ഞില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട്. ഒരെണ്ണത്തിനെ നേരത്തെ ദൈവം കൊണ്ടുപോയി. തരുന്നതും എടുക്കുന്നതും ദൈവം തന്നെയല്ലേ, നമ്മുടെ വിധിയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത് എവിടെ? രണ്ടാമത്തത് പോയോ? എന്താ പോകാൻ കാരണം? അതിന്റെ ഭാര്യയെ നിങ്ങൾ നിർത്തി പൊറപ്പിച്ചിട്ടില്ല. അവൾ ഓടിപ്പോയപ്പോൾ അവനും പോയി. അവൻ എവിടാന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. മൂന്നാമത്തെ മോൻ എവിടെ? അവനെങ്കിലും കുടുംബമായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ ഭാര്യയും കൊണ്ട് നിങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. നിങ്ങളിപ്പോ എവിടാ? ഒറ്റയ്ക്കായി. വല്ലവരുടെ വീട്ടിലാണോ രാത്രി പേടിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നത്? കാരണം എന്താ? കയ്യിലിരിപ്പ്. അപ്പൊ എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? 3 മക്കൾ. എന്നിട്ട് ആരുണ്ട് നിങ്ങളെ നോക്കാൻ? നിങ്ങളുടെ ജീവിതത്തിൽ തർക്കമുണ്ടോ? അപ്പൊ സ്വന്തം കാര്യം ആദ്യം നോക്കണം, എന്നിട്ട് മക്കളുടെ കുടുംബത്തിൽ കയറി നിരങ്ങാൻ നിൽക്കണം. മനസ്സിലായോ? പിന്നെ ഒരു കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരൻസ് ആദ്യം പ്ലാൻ ചെയ്യണം. അല്ലാതെ നിങ്ങളെ പോലെ വെച്ച് വളർത്താൻ നമുക്ക് ഇപ്പോഴത്തുള്ളവർക്ക് ആർക്കും താല്പര്യമില്ല. അവരവർ സ്വയം മനസ്സിലാക്കണം. ഇപ്പൊ വേണോ വേണ്ടേ, ഞങ്ങളൊരു പേരന്റ് ആകാൻ ഇപ്പൊ പ്രാപ്തരാണോ, അതിന് ഫിസിക്കലി മെന്റലി അവർ പ്രിപ്പയർ ആവണം. അല്ല നിങ്ങളെ പോലെ ചുമ്മാ വെച്ചിട്ട് എവിടെയും പോയി വളരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഇനി മേല എന്നെ കാണുമ്പോൾ നിങ്ങളുടെ ചൊറിഞ്ഞ സ്വഭാവം കൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. എന്റെ ടെമ്പർ തെറ്റിയിട്ട് പല ആവർത്തി ഞാൻ പോട്ടെ വെക്കുന്നു. ഇനി മേല എൻ്റെ അടുത്തെന്നല്ല, ഞാൻ കാണത്തത് ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇനി പറയരുത്. എനിക്ക് കേൾക്കണ്ട. മനസ്സിലായോ? അപ്പൊ ശരി, പോട്ടെ. ചൊറി സൗദ. അല്ല കാര്യമുണ്ടോ സൗദ? ഓ പിന്നെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇതൊക്കെ അനുഭവിക്കുമ്പോ അങ്ങ് പഠിച്ചോളും. അല്ലേ ചൊറിയുന്ന പിള്ള? റബ്ബേ, അത് അങ്ങനെ അല്ലല്ലോ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയത്തില്ല, അതുപോലെ അവൾക്ക് ചൊറിയുമ്പോ അവള് പഠിച്ചോളും. നമ്മളില്ലേ, എന്റെ മനസ്സ് ശുദ്ധ മനസ്സാ, അതുകൊണ്ട് ഞാനീ പറയുന്നു. എന്റെ മനസ്സ് ശുദ്ധ മനസ്സാ. കേട്ടിട്ടില്ലേ? ശുദ്ധം ദുഷ്ടന്റെ ബലം ചെയ്യുമെന്നാ. മനസ്സിലായോ?